ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് ഞാനാണെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗിഫ്റ്റ് എടുക്കാനും ഗിഫ്റ്റ് കിട്ടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആയി വന്നിരിക്കുന്നത്. കുറേ സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഒരു കസിൻ ചേട്ടനാണെങ്കിൽ അബ്രോഡാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് ഹാമ്പർ ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് ജാൻവി മോൾക്ക് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് സെറ്റ് ചെയ്യുമോ, ഒരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ചപ്പം ഞാൻ വേണ്ടി പർച്ചേസ് ചെയ്ത സാധനങ്ങളാണ്. അപ്പം ചേട്ടൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് വെച്ചാൽ കുറേ ഐറ്റംസ് ചേട്ടൻ എനിക്ക് അയച്ചു തന്നിരുന്നു. അപ്പം സാധാരണ സോഷ്യൽ മീഡിയയിലുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സൊക്കെ സെറ്റ് ചെയ്ത് എത്തിക്കുന്ന ആൾക്കാരോട് ചോദിച്ചപ്പം അത്രയും കസ്റ്റമൈസേഷനൊന്നും പോസിബിൾ അല്ലായിരുന്നു. അപ്പം ഓരോ സാധനങ്ങളും ഞാൻ അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ലിസ്റ്റ് എടുത്ത് വാങ്ങി ആളോട് കൺഫേം ചെയ്ത് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഐറ്റം എന്ന് വെച്ചാൽ ഇതൊരു ചോക്ലേറ്റ് ബോക്സ് ആണ്. അപ്പം നമ്മുടെ പാംട്രിയിൽ നിന്ന് ഞാനാണെങ്കിൽ പർച്ചേസ് ചെയ്തൊരു ചോക്ലേറ്റ് ബോക്സ്. ഈ ചോക്ലേറ്റ് ബോക്സിന് 2500 റുപ്പീസാണ് ഈ ഒരു ചോക്ലേറ്റ് ബോക്സിൻ്റെ പ്രൈസ്. അപ്പം ഇതിൽ പല ടൈപ്പ് ചോക്ലേറ്റ്സ് ഉണ്ട്. അതായത് നമുക്ക് എല്ലാ ടൈപ്പ് ട്വിക്സ്, സ്നീക്കേഴ്സ്, കിറ്റ്കാറ്റ്, ഡയറി മിൽക്ക്, അങ്ങനെ അല്ല സാധാരണ ദുബായ് ചോക്ലേറ്റ്സ്, എല്ലാ ടൈപ്പ് ചോക്ലേറ്റ്സും ഇതിലുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഒരു വാല്യൂ ഫോർ മണി ആയിരിക്കും. കാരണം ഭയങ്കര ഈ ഒരു കൊട്ട നിറയെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ചോക്ലേറ്റ്സ് ആണ്. ഇനി നമ്മൾ സെക്കൻഡായിട്ട് ഉള്ള ഐറ്റം എന്ന് വെച്ചാൽ ഇതൊരു പെൻസിൽ കേസാണ്. അപ്പം ഓൾറെഡി പെൺകുട്ടികളായതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ ഭയങ്കര ക്രേസ് ആയിരിക്കുമല്ലോ. അപ്പം ഇതൊരു പെൻസിൽ കേസ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് താഴേന്ന് ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഈ മുകളിൽ നിന്ന് ഒരു ഓപ്പണിംഗ് ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പെൻസിൽ കേസാണിത്, ബ്ലൂ കളറ്. ഇനിയിപ്പം നമുക്കാണെങ്കിൽ ഒരു 80 പീസിൻ്റെ ഒരു കളർ സെറ്റാണ്, മെഗാ ആർട്ട് സെറ്റ്. അപ്പോൾ ഇതിലാണെങ്കിൽ സ്കെച്ച് പെൻസ് ഉണ്ട്, കളർ പെൻസിൽസ് ഉണ്ട്, പിന്നെ വാട്ടർ കളറിൻ്റെ ഇതുണ്ട്, പിന്നെ ആണെങ്കിൽ ക്രയോൺസും അങ്ങനെ പെയിൻറ്റ് എല്ലാം ഉള്ള ഒരു 80 പീസിൻ്റെ ഒരു കളർ സെറ്റാണിത്. ഇത് നമ്മൾ മാക്സിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. ഇനിയിപ്പോൾ ആണെങ്കിൽ കളർ പെൻസിൽ മാത്രം പോരല്ലോ, നമുക്കാണെങ്കിൽ കളർ ബുക്ക് കൂടി വേണം. അപ്പം സാധാരണ ക്ലാസ്മേറ്റിൻ്റെ ഒരു പെയിൻറ്റ് ചെയ്യാവുന്ന ഒരു കളർ ബുക്ക് വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും നമുക്ക് പാവക്കുട്ടികളോട്. അപ്പോൾ ഒരു ചെറിയ നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പാവക്കുട്ടീനെ പർച്ചേസ് ചെയ്തു. ഇത് നമ്മൾ മാക്സിൽ നിന്ന് തന്നെയാണ് കേട്ടോ വാങ്ങിയത്. ഇത് ഹെയർ ബാൻഡിൻ്റെ, അതായത് ഹെയർ ആക്സസറീസിൻ്റെ ഒരു കിറ്റാണ്. അപ്പോൾ ഇതിലാണെങ്കിൽ ചെറിയ കുഞ്ഞ് ക്ലിപ്പുകളുണ്ട്, പിന്നെ ചെറിയ ബുഷുകളുണ്ട്. അപ്പം ഇതിൻ്റെ ഒരു ക്ലോസർ വ്യൂ നിങ്ങൾ കണ്ടു നോക്ക്. അപ്പം ഇങ്ങനെയാണ്, കണ്ടാൽ തന്നെ നല്ല രസമുണ്ട്. ഒരു മുയലിനെ പോലെയാണ് ഇത് തോന്നുന്നത്, നല്ല രസമുണ്ട്. ഈ സാധനം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഇത് പർച്ചേസ് ചെയ്യാമെന്ന് ഓർത്തു. പിന്നെ നമുക്ക് ഷൂ. ഇപ്പോൾ ഇങ്ങനത്തെ കൂട്ടുള്ള ഷൂവിനോടൊക്കെ എനിക്ക് ചെറുപ്പത്തിൽ ഭയങ്കര ക്രേസായിരുന്നു, ഇതുപോലെ പൂവൊക്കെ വെച്ചിട്ടുള്ള ഷൂ. അപ്പോൾ അതുപോലെ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും ഇങ്ങനത്തെ കൂട്ട് ഷൂ. അപ്പം ഈ ഒരു ഷൂ ഇത് നമ്മൾ വെസ്റ്റ് സൈഡിൽ നിന്നാണ് പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇനി മെയിൻ ഐറ്റം ഡ്രസ്സ്. അപ്പോൾ ഇതൊരു ബാഗി ജീൻസാണ്, മോൾക്ക് സൈസിന് പാകമായിട്ടുള്ള ഒരു ബ്ലാക്ക് ബാഗി ജീൻസ് നമ്മൾ വാങ്ങി. അപ്പോൾ അതിനോട് പെയർ ചെയ്യുന്ന പറ്റിയ രീതിയിലുള്ള ഒരു സ്വെറ്റ് ഷർട്ട് വാങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ കളർ ഒരു പിങ്കും, ഒരു പിങ്കിൽ കുറച്ച് ഒരു ഡൈ ചെയ്ത മോഡലുള്ളൊരു സാധനമാണ്. ഇവിടെ ഒരു സ്വീക്വൻസ്, ഫ്രണ്ടിലായിട്ടൊരു സ്വീക്വൻസ് ൻ്റെ ഒരു റൈറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും നമുക്കാണെങ്കിൽ പെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ ഇതൊരു സെറ്റാണ്. ഇത് നമ്മൾ വെസ്റ്റ് സൈഡിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അപ്പം അതിന് ചേരുന്ന ഒരു ഹെയർ ബാൻഡ് ഞാൻ മാക്സിൽ പോയിട്ട് തപ്പിയെടുത്തു. ഇതാണെങ്കിൽ മാക്സിൻ്റെ ഒരു ഹെയർ ബാൻഡ് സെറ്റാണ്. ഇതിലാണെങ്കിൽ 3 കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ഇത് മെയിനായിട്ടുള്ള പിങ്ക് ഷെയ്ഡ്, ഇത് അതിനൊരു വൈറ്റ് ഷെയ്ഡ്, ഇത് പിന്നെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള പിങ്ക്. അപ്പം ഈ ഒരു ബട്ടർഫ്ലൈ പോലെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളത് ഒരെണ്ണത്തിൽ മാത്രമേ ഉള്ളൂ, ബാക്കി 2 പ്ലെയിൻ ആയിട്ടുള്ളതാണ്.
ഇനി നമുക്ക് നെക്സ്റ്റ് സെറ്റ് ഡ്രസ്സ് കാണാം. ഇതൊരു യെല്ലോ ബനിയനാണ്. ഇതൊരു സ്ലീവ്ലെസ് ആയിട്ട് യെല്ലോ ഒരു ബനിയൻ. അപ്പോൾ അതിൻ്റെ നടുക്കായിട്ട് സ്വീക്കൻസ് കൊണ്ടിട്ട് ഒരു ബട്ടർഫ്ലൈയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിന് പെയർ ചെയ്തിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ബ്ലൂ ബാഗി ജീൻസ് തന്നെയാണ് പർച്ചേസ് ചെയ്തത്. അപ്പം ഇതിൻ്റെ സൈഡിൽ ഒരു യെല്ലോ ഒരു ലവ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിന് പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ജീൻസ് സെലക്ട് ചെയ്തു. അപ്പോൾ ഇത് രണ്ടുമാണ് ഒരു സെറ്റ്. ഇതിന് ചേരുന്ന ഹെയർ ബാൻഡ് കണ്ടുപിടിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടി കണ്ടുപിടിച്ച ഹെയർ ബാൻഡാണിത്. അപ്പോൾ യെല്ലോ ഒരു ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ യെല്ലോ ഹെയർ ബാൻഡിൻ്റെ ക്ലോസർ വ്യൂ. അപ്പം ഇവിടെ ഒരു ഫ്ലവർ ഉണ്ട്. അപ്പോൾ യെല്ലോ ഇതും അതുപോലെ തന്നെ മാക്സിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളൊരു സെറ്റാണ്. സാധാ പേളിൻ്റെ ഒരെണ്ണം ഉണ്ട്, സാധാ ഒരു വയലറ്റ് കളറുണ്ട്. ഇത് 3 എണ്ണവും കൂടിയിട്ടുള്ള ഒരു സെറ്റാണ്. നമുക്ക് നെക്സ്റ്റ് ഡ്രസ്സ് കാണാം. ഇതാണേൽ ഒരു കോട്ടൻ്റെ വെസ്റ്റ് സൈഡിൻ്റെ സ്പെഷ്യൽ ഒരു കോട്ടൺ ടൈപ്പ് ഒരു ഫ്രോക്കാണിത്. നല്ല രസമുണ്ട് കാണാൻ, ഭയങ്കര ഒരു ക്ലാസി ലുക്കുണ്ട് ഇതിന്. അപ്പം ഈ ഒരു ഫ്രോക്കിൻ്റെ കൂടെ നമ്മളാണെങ്കിൽ ഒരു നല്ലൊരു ഹെയർ ബാൻഡ് വെച്ചാൽ ഭംഗിയായിരിക്കും അല്ലേ. അപ്പം കറക്റ്റ് ആ ഒരു ഷെയ്ഡുള്ള ഹെയർ ബാൻഡ് തന്നെ എനിക്ക് കിട്ടി. വെസ്റ്റ് സൈഡിൽ നിന്ന് ഉടുപ്പെടുത്തിട്ട് ഞാൻ മാക്സിൽ പോയിട്ട് ഹെയർ ബാൻഡ് സെറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ക്ലോസർ വ്യൂ. അപ്പം ആ ഒരു ഡ്രസ്സിന് ചേരുന്ന രീതിയിൽ വൈറ്റിൽ പിങ്ക് ഇതുള്ള ഒരു ബോയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഹെയർ ബാൻഡ്, പിന്നെ നോർമലായിട്ട് 2 എണ്ണം പ്ലെയിൻ ആയിട്ടുള്ളതും ഉണ്ട്, പേളിൻ്റെ ഉണ്ട്, പിന്നെ ഒരു പിങ്കിൻ്റെ പ്ലെയിൻ ആയിട്ടുള്ളതുണ്ട്. അതും യൂസ് ചെയ്യാം ഇതിൻ്റെ കൂടെ. പിന്നെ ഇനി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് കസ്റ്റമൈസ് ചെയ്യണം എന്നുള്ളൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം ഒരു ബർത്ത്ഡേ കാർഡ് ഞാൻ സെറ്റ് ചെയ്യിപ്പിച്ചു. ഇതാണെങ്കിൽ നമ്മൾ കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും കൂടെ ഒരു ഫോട്ടോയിൽ ഹാപ്പി ബർത്ത്ഡേ ജാൻവി എന്ന് പറഞ്ഞിട്ട് ഒരു അക്രിലിക് ഫ്രെയിമാണിത്. അപ്പം നമുക്ക് ഭിത്തിയിലൊക്കെ ഇത് തറയ്ക്കാം. അപ്പം ഞാനാണെങ്കിൽ ആദ്യം തന്നെ ഇത് സേഫായിട്ട് ഈ സാധനം പൊതിഞ്ഞു വയ്ക്കുകയാണ്, അല്ലെങ്കിൽ ഇതിൽ സ്ക്രാച്ച് വീഴും. അപ്പോൾ സാധനങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതാണെങ്കിൽ ഒരു കാർഡ്ബോർഡ് ബോക്സിലേക്ക് നമ്മൾ എല്ലാം കൂടി എടുത്ത് സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇത് കൊറിയർ ചെയ്യും. നമ്മൾ നല്ല രീതിയിൽ ഈ ഒരു ഗിഫ്റ്റ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്ത് നമ്മളാണെങ്കിൽ ജാൻവി മോൾക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ഞാൻ അത് ഏകദേശം വൃത്തിയൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോ ഫ്രെയിം ഇതിൻ്റെ ഉള്ളിൽ കയറുന്നില്ലായിരുന്നു, അതുകൊണ്ട് ഇതൊരു സെപ്പറേറ്റ് ആയിട്ട് പൊതിഞ്ഞു. ഈ ഒരു പാക്കറ്റ് വേറെ ഒരു ഇതായിട്ടും പൊതിഞ്ഞു. അപ്പോൾ ഇനി ഞാൻ DTDC പോയിട്ട് ഇത് അയക്കാൻ പോവുകയാണ്. അപ്പം ഇന്നത്തെ ഈ ഒരു ഹാമ്പർ, ഒരു ബർത്ത്ഡേ ഹാമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സജഷൻസ് കൊടുക്കുക, കമൻ്റായിട്ട് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഇതാദ്യമായിട്ടാണ് ഈ ചാനൽ വാച്ച് ചെയ്യുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.